Hello everyone, welcome back to Xylem, welcome back to the world of English. My name is Nasir Faruddin, Faculty of English. നോക്കൂ, നമ്മുടെ എക്സാംസ് ആർ ജസ്റ്റ് അറൗണ്ട് ദ കോർണർ ആൻഡ് കീപ്പിംഗ് ദാറ്റ് ഇൻ മൈൻഡ് നമ്മൾ ഓരോ എപ്പിസോഡുകളായിട്ട് ഇംഗ്ലീഷിൽ ഓരോ ചാപ്റ്റേഴ്സ് യൂണിറ്റുകൾ അടിപൊളിയായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് നിങ്ങൾ പ്രീവിയസ് വീഡിയോസ് ഒക്കെ ചെക്ക് ചെയ്തിട്ടുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആൻഡ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദ മേക്കിംഗ് ഓഫ് എ സയൻറ്റിസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ചാപ്റ്ററിനെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എന്നാൽ സിമ്പിളായിട്ട് പഠിക്കാൻ വേണ്ടി പോവാണ്. And do let me know your feedbacks in the comment box and do like the video if it is useful. Okay, so let's begin. എന്താണ് ഈ ചാപ്റ്റർ ദ മേക്കിംഗ് ഓഫ് എ സയൻറ്റിസ്റ്റ്? നോക്കൂ, ഇതൊരു ബയോഗ്രഫിക്കൽ സ്റ്റോറിയാണ് അല്ലേ. ദ മേക്കിംഗ് ഓഫ് എ സയൻറ്റിസ്റ്റ് ഇസ് എ ബയോഗ്രഫിക്കൽ സ്റ്റോറി ബൈ റോബർട്ട് ഡബ്ല്യു പീറ്റേഴ്സൺ എഴുതിയ ആളാണ്. എബൌട്ട് ദ ജേർണി ഓഫ് ആരുടെയാണ്? റിച്ചാർഡ് എച്ച് എബ്രൈറ്റ്. സോ എബ്രൈറ്റ്, റിച്ചാർഡ് എച്ച് എബ്രൈറ്റ്, ആ പേര് മറന്നു വരുന്നത്. എന്താണ് എബ്രൈറ്റ് എന്ന് പറഞ്ഞാൽ? എ റിനൗൺഡ് സയൻറ്റിസ്റ്റ് ഹു കോൺട്രിബ്യൂട്ടഡ് സിഗ്നിഫിക്കൻ്റ്ലി ടു ദ ഫീൽഡ് ഓഫ് മോളിക്കുലാർ ബയോളജി. മോളിക്കുലാർ ബയോളജിയിൽ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് നടത്തിയ ഒരു സയൻറ്റിസ്റ്റിൻ്റെ ബയോഗ്രഫിയാണ് ദ മേക്കിംഗ് ഓഫ് എ സയൻറ്റിസ്റ്റ്. എന്തിനാണ് നമുക്കത് പഠിക്കാൻ തന്നത്, അതും ഇംഗ്ലീഷിൽ? നോക്കൂ, ദ ചാപ്റ്റർ ഹൈലൈറ്റ്സ് his childhood, early interest and the qualities that helped him succeed in science. So പ്രധാനപ്പെട്ട എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്? അദ്ദേഹത്തിൻ്റെ ചൈൽഡ്ഹുഡ്, അദ്ദേഹത്തിൻ്റെ ഏർലി ഇൻട്രസ്റ്റ് ആൻഡ് ദ ക്വാളിറ്റീസ് ദാറ്റ് ഹെൽപ്ഡ് ഹിം സക്സീഡ് ഇൻ സയൻസ്. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഞാൻ ഓരോ സബ് ടോപ്പിക്കുകളായിട്ട് നിങ്ങൾ ഇത്രയും കാലം സ്കൂളിൽ പഠിച്ച രീതിയിലല്ലാതെ ഞാൻ ഇതിനെ കുറച്ചുകൂടെ സിസ്റ്റമാറ്റിക് ആയിട്ട് അടിപൊളിയായിട്ട് നിങ്ങളെ പഠിപ്പിച്ചു തരാം. സോ റെഡിയാണോ നിങ്ങൾ? ഓക്കെ, സോ ലെറ്റ്സ് ബിഗിൻ. നിങ്ങൾക്ക് മനസ്സിലാവാനുള്ള എളുപ്പത്തിന് വേണ്ടി, ഫോർ ദ ഈസിനെസ് ഓഫ് കോംപ്രിഹെൻഷൻ, ഞാൻ ഈ ചാപ്റ്ററിനെ 6 സെക്ഷനുകളായിട്ട് സിമ്പിളായിട്ടുള്ള ഡിവിഷൻ നടത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇനിയൊരു എക്സ്ട്രാ മെറ്റീരിയലിൻ്റെയോ അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് പോലും വീണ്ടും വായിക്കേണ്ട ഒരാവശ്യമില്ല. ഈ വീഡിയോ നിങ്ങൾ മുഴുവൻ കണ്ടാൽ മാത്രം മതി. സോ ആദ്യത്തെ സെക്ഷൻ എന്താണ്? റിച്ചാർഡ് എബ്രൈറ്റ്സ് ചൈൽഡ്ഹുഡ് ആൻഡ് ഏർലി ഇൻട്രസ്റ്റ്. എന്തൊക്കെയാണ് അവിടെ നിങ്ങൾ നോക്കേണ്ടത്? റിച്ചാർഡ് എബ്രൈറ്റ് വാസ് ബോൺ ആൻഡ് റേസ്ഡ് ഇൻ പെൻസിൽവാനിയ, USA. ഹി വാസ് എൻ ഇൻ്റലിജൻറ്റ് ആൻഡ് ക്യൂരിയസ് ചൈൽഡ് ഹു ലവ് ടു എക്സ്പ്ലോർ ദ വേൾഡ് അറൗണ്ട് ഹിം. സോ കുട്ടിക്കാലത്ത് തന്നെ വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള, ക്യൂരിയസ് ആയിട്ടുള്ള, തൻ്റെ ചുറ്റുപാടുകളെ എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയായിരുന്നു റിച്ചാർഡ് എബ്രൈറ്റ്. ഹിസ് ഫാദർ പാസ്ഡ് അവേ വെൻ ഹി വാസ് വെരി യങ്. സോ അമ്മയാണ് എബ്രൈറ്റിനെ കുട്ടിക്കാലം മുതൽ വളർത്തിയത്. ചെറുപ്പത്തിൽ അച്ഛൻ മരിച്ചു പോയിട്ടുണ്ട്. സോ ഹി വാസ് റേസ്ഡ് ബൈ ഹിസ് മദർ. ഹിസ് മദർ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അതായത് ആ കുട്ടിയുടെ അമ്മ വളരെ ക്രൂഷ്യലായിട്ടൊരു റോള് വഹിക്കുന്നുണ്ട് റിച്ചാർഡ് എബ്രൈറ്റിൻ്റെ അപ്ബ്രിങ്ങിങ്ങിൽ. അതെങ്ങനെയാണെന്ന് ഞാൻ അടുത്ത സെക്ഷനിൽ പറയും. നോക്കൂ, ഹിസ് മദർ പ്ലേഡ് എ ക്രൂഷ്യൽ റോൾ ഇൻ നേർച്ചറിങ് ഹിസ് ക്യൂരിയോസിറ്റി. അല്ലെ, ഒരു കുട്ടിയുടെ ക്യൂരിയോസിറ്റി നേർച്ചർ ചെയ്യുന്നതിൽ അമ്മയ്ക്ക് വലിയ പങ്കുണ്ട് എന്നാണ് പറയുന്നത്. ഷീ എൻകറേജ്ഡ് ഹിം ടു റീഡ്, ഗേവ് ഹിം ലേണിംഗ് മെറ്റീരിയൽസ് ആൻഡ് സപ്പോർട്ടഡ് ഹിസ് ഇൻട്രസ്റ്റ്. ഇനിയോ, കുട്ടിക്കാലം മുതൽ റിച്ചാർഡ് എബ്രൈറ്റിന് കുറച്ച് ഹോബീസ് ഉണ്ട്. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, കൗതുകകരമായിട്ടുള്ള ഹോബീസാണ്. എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞുതരാം. നോക്കൂ, ഫ്രം എൻ ഏർലി ഏജ് റിച്ചാർഡ് ഷോഡ് എ കീൻ ഇൻട്രസ്റ്റ് ഇൻ കളക്ടിങ് തിങ്സ്. വസ്തുക്കൾ കളക്ട് ചെയ്യുക എന്നുള്ളത് റിച്ചാർഡ് എബ്രൈറ്റിൻ്റെ ഒരു ഹോബിയായിരുന്നു. എന്തൊക്കെയാണ് കളക്ട് ചെയ്തിരുന്നത്? ഹി കളക്റ്റഡ് ബട്ടർഫ്ലൈസ്, റോക്സ്, ഫോസിൽസ് ആൻഡ് കോയിൻസ്. ഇതൊക്കെയായിരുന്നു കളക്ട് ചെയ്തത്. ബട്ടർഫ്ലൈസിനെ കളക്ട് ചെയ്യുമായിരുന്നു. യെസ്, യു ഹേർഡ് മീ റൈറ്റ്. ഇനി അവിടെ നിന്നാണിത് തുടങ്ങുന്നത്. അദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന സയൻറ്റിഫിക് റിസർച്ച് എന്ന് പറഞ്ഞ ഒരു മേഖലയിലേക്ക് അദ്ദേഹം ഡൈവേർട്ട് ചെയ്തു പോകുന്നത് ഇവിടെ നിന്നാണ്. The hobby of collecting butterflies later became the foundation of his journey into scientific research. By the time he was in 2nd grade, he had already gathered all 25 species of butterflies found around his hometown. അദ്ദേഹം 2nd ഗ്രേഡിൽ എത്തുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ഹോം ടൗണിൽ കാണപ്പെടുന്ന 25ഓളം അല്ലെങ്കിൽ എല്ലാ 25 സ്പീഷീസിനെയും അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ഇത് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ളൊരു കാര്യമാണ് ഈ ചാപ്റ്ററിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ. ഇനി എന്താണ് രണ്ടാമത്തെ പോയിന്റ്? ദ റോൾ ഓഫ് ഹിസ് മദർ. റിച്ചാർഡ് എബ്രൈറ്റിൻ്റെ അപ്ബ്രിങ്ങിങ്ങിൽ ഏത് രീതിയിലാണ് അമ്മ കോൺട്രിബ്യൂട്ട് ചെയ്തത് എന്നാണ് പറയുന്നത്. നോക്കൂ, എബ്രൈറ്റ്സ് മദർ വാസ് ഹിസ് ഫസ്റ്റ് ടീച്ചർ. She introduced him to the world of books and learning. കാര്യം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. She encouraged him to read and gifted him a special book called
ഇവിടെ നോക്കൂ, അമ്മ എപ്പോഴും വായിക്കാൻ എൻകറേജ് ചെയ്യുന്നൊരു അമ്മയായിരുന്നു. ആൻഡ് മകൻ്റെ ഈ ബട്ടർഫ്ലൈസിലുള്ള ഇൻട്രസ്റ്റ് കണ്ട സമയത്ത് അമ്മ റിച്ചാർഡിന് ഗിഫ്റ്റ് ചെയ്തൊരു പുസ്തകം ഉണ്ടായിരുന്നു. ആ പുസ്തകത്തിൻ്റെ പേര് ദ ട്രാവൽസ് ഓഫ് മൊണാർക്ക് എക്സ്. മൊണാർക്ക് എക്സ് എന്ന് പറയുന്നത് ഒരു തരം ബട്ടർഫ്ലൈ ആണ് അല്ലേ. ഈ ബട്ടർഫ്ലൈയുടെ ട്രാവൽസിനെ കുറിച്ച്, സഞ്ചാരങ്ങളെക്കുറിച്ച് പറയുന്നൊരു പുസ്തകം ഷി ഗിഫ്റ്റഡ് ടു ഹർ സൺ when he was in the 7th grade അല്ലേ, 7th ഗ്രേഡിലാവുമ്പോൾ. ദിസ് ബുക്ക് ഡീപ്ലി ഇൻഫ്ലുവൻസ്ഡ്, ഈ പുസ്തകം ഡീപ്ലി ആരെ സ്വാധീനിക്കുന്നുണ്ട്? റിച്ചാർഡ് എബ്രൈറ്റിനെ സ്വാധീനിക്കുന്നുണ്ട്. ഇൻട്രൊഡ്യൂസിങ് ഹിം ടു ദ സ്റ്റഡി ഓഫ് മൊണാർക്ക് ബട്ടർഫ്ലൈസ് ആൻഡ് ദർ മൈഗ്രേഷൻ പാറ്റേൺ. നോക്കൂ, ചുറ്റുമുള്ള കാര്യങ്ങളെക്കുറിച്ച് വളരെ ക്യൂരിയസ് ആയിട്ടിരുന്ന കുട്ടി ഈ പുസ്തകം കിട്ടിയപ്പോൾ എന്ത് ചെയ്യുന്നറിയോ, ഈ മൊണാർക്ക് ബട്ടർഫ്ലൈസിൻ്റെ മൈഗ്രേഷൻ പാറ്റേൺസിനെ കുറിച്ച്, അവരുടെ സഞ്ചാര രീതികളെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി തുടങ്ങി ചെറിയ പ്രായത്തിൽ. ഇറ്റ് സജസ്റ്റഡ് ദാറ്റ് സയൻറ്റിസ്റ്റ് നീഡഡ് ടു ഹെൽപ്പ് ഓഫ് ഓർഡിനറി പീപ്പിൾ ടു ടാക്ക് ബട്ടർഫ്ലൈസ് ഫോർ റിസർച്ച്. ഞാൻ പറഞ്ഞ് മനസ്സിലായോ? അതായത് ബട്ടർഫ്ലൈസിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ സഹായം ആർക്ക് വേണം? സയൻറ്റിസ്റ്റുകൾക്ക് വേണം. കാരണം നിങ്ങൾക്ക് ബട്ടർഫ്ലൈസിനെ എന്ത് ചെയ്യാൻ പറ്റും? ടാഗ് ചെയ്യാൻ വേണ്ടി പറ്റും. എന്താണ് ബട്ടർഫ്ലൈസിനെ ടാഗ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വായിച്ചപ്പോൾ ഒരു തവണയെങ്കിലും ആലോചിച്ചിട്ടുണ്ടാവും, എന്താണ് ഈ ബട്ടർഫ്ലൈസിനെ ടാഗ് ചെയ്യുക? ഒന്നുമില്ല, നമ്മൾ സാധാരണ പ്രൈസ് ടാഗ് ഒക്കെ കൊടുക്കില്ലേ, ടാഗ് ചെയ്യില്ല, അതുപോലെ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ബട്ടർഫ്ലൈസിനെ ഇതുപോലെ ടാഗ് ചെയ്യും. എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. നോക്കൂ, ടാഗിങ് ബട്ടർഫ്ലൈസ് മീൻസ് അറ്റാച്ചിങ് എ സ്മോൾ ലൈറ്റ് വെയ്റ്റ് ടാഗ്, യൂഷ്വലി സ്റ്റിക്കർ അല്ലേ, ബട്ടർഫ്ലൈയുടെ വിങ്ങിനോട് എന്ത് ചെയ്യുക, അറ്റാച്ച് ചെയ്യുക. എന്തിനാണ്? ഈ ബട്ടർഫ്ലൈസിൻ്റെ മൈഗ്രേഷനും ലൈഫ് സ്പാനും ബിഹേവിയറും ഒക്കെ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതിലെന്തെങ്കിലും ചിപ്പോ മറ്റോ ഘടിപ്പിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ GPS മറ്റോ ഉണ്ടോ? ഒന്നുമില്ല. പിന്നെ എങ്ങനെയാണ്? സയൻറ്റിസ്റ്റ് ആൻഡ് റിസർച്ചേഴ്സ് യൂസ് ദിസ് മെത്തേഡ് എസ്പെഷ്യലി വിത്ത് സ്പീഷീസ് ലൈക്ക് ദ മൊണാർക്ക് ബട്ടർഫ്ലൈ ടു സ്റ്റഡി ദ മൂവ്മെൻറ്റ് പാറ്റേൺസ് ആൻഡ് സർവൈവൽ റേറ്റ്സ്. സോ ഇവരുടെ മൂവ്മെൻറ്റ് പാറ്റേൺ എങ്ങനെയാണ്, ഇവരുടെ സർവൈവൽ എത്ര കാലമാണ് എന്നൊക്കെ പഠിക്കാൻ വേണ്ടി ഈ ടാഗിങ് മെത്തേഡ് ഉപയോഗിക്കുന്നുണ്ട്. ദി ടാഗ്സ് ആർ ഡിസൈൻ ടു ബി ഹാംലെസ് അല്ലെ, ഇത് ബട്ടർഫ്ലൈസിന് ഒരു തരത്തിലുള്ള ഉപദ്രവം ഉണ്ടാക്കില്ല. ആൻഡ് അലോ റിസർച്ചേഴ്സ് ടു കളക്ട് ഇമ്പോർട്ടൻറ്റ് ഡാറ്റ വെൻ ദ ബട്ടർഫ്ലൈസ് ആർ റീക്യാപ്ചേർഡ് ഓർ ഫൗണ്ട് ലേറ്റർ അല്ലെ. ഒരു തവണ ഒരു ടാഗ് ചെയ്ത ബട്ടർഫ്ലൈന് പിന്നീട് 1-2 ആഴ്ച അല്ലെങ്കിൽ 1-2 മാസം കഴിഞ്ഞിട്ട് തിരിച്ച് കാണുമ്പോൾ ആ ടാഗ് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും? പല കാര്യങ്ങളും ഡിഡക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതിനാണ് ടാഗിങ് എന്ന് പറയും. അപ്പോൾ ഈ പുസ്തകത്തിൽ ഒരു കാര്യം പറയുന്നുണ്ട്, എന്ത്? സയൻറ്റിസ്റ്റുകളെ സഹായിക്കാൻ വേണ്ടി ഓർഡിനറി ആയിട്ടുള്ള ആൾക്കാർക്ക് ബട്ടർഫ്ലൈസിന് എന്ത് ചെയ്യാം? ടാഗ് ചെയ്യാം എന്ന് പറയുന്നു. ഇൻസ്പയർഡ് ബൈ ദിസ്, ഇതിൽ ഇൻസ്പയർഡ് ആയ കുട്ടി എബ്രൈറ്റ് സ്റ്റാർട്ടഡ് ടാഗിങ് ബട്ടർഫ്ലൈസ്. എബ്രൈറ്റ് ഇതുപോലെ താൻ കാണുന്ന ബട്ടർഫ്ലൈസിനെ അല്ലെങ്കിൽ താൻ കണ്ടക്ട് ചെയ്യുന്ന ബട്ടർഫ്ലൈസിനെ എന്ത് ചെയ്യാൻ തോന്നി? തുടങ്ങി ടാഗ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ഇനിയോ, ആൻഡ് സെൻഡിങ് ഹിസ് ഫൈൻഡിങ്സ് ടു ഡോക്ടർ ഉൾഖഹാഡ്, എ വെൽ നോൺ സയൻറ്റിസ്റ്റ്. ആ കാലത്ത് ഈ മേഖലയിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള സയൻറ്റിസ്റ്റാണ്. പുള്ളിക്കാരന് തൻ്റെ ഫൈൻഡിങ്സ്, തൻ്റെ നിരീക്ഷണങ്ങളൊക്കെ അയച്ചു കൊടുക്കാൻ തുടങ്ങി. His mother also ensured that he had challenging tasks to keep him engaged. അല്ലേ, അവനെ എൻഗേജ് ചെയ്യിക്കുന്ന ടാസ്കുകൾ അവനുണ്ട് എന്ന് എപ്പോഴും മദറും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? എൻഷുർ ചെയ്തിട്ടുണ്ടായിരുന്നു. She took him on trips, bought him telescopes and microscopes and guided him in planning scientific experiments. So ഈ രീതിയിലാണ് അമ്മ എന്ത് ചെയ്തത്? അവനെ എൻകറേജ് ചെയ്തത്, അവനെ ഇൻഫ്ലുവൻസ് ചെയ്തത്. ഇത്രയും കാര്യങ്ങളൊക്കെയാണല്ലോ. സോ അങ്ങനെ നമ്മുടെ എബ്രൈറ്റ് ബട്ടർഫ്ലൈസിൻ്റെ കളക്ഷനിലൊക്കെ എൻഗേജ്ഡ് ആയിട്ടിരിക്കുകയാണ്. ബട്ടർഫ്ലൈസിനെ ടാഗ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. സോ ഈ രീതിയിലൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അടുത്തൊരു വലിയ കാര്യം നടക്കുകയാണ്. എന്താ നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ സയൻസ്, പാർട്ടിസിപ്പേഷൻ ഇൻ സയൻസ് ഫെയർസ്. As Ebride grew older, he wanted to do more than just collect butterflies. അല്ലേ, ഈ ബട്ടർഫ്ലൈസിനെ കളക്ട് ചെയ്ത് മാത്രം നടന്നാൽ പോരെ, കുറച്ചുകൂടെ വലിയ എന്തെങ്കിലും കാര്യം ചെയ്യണം എന്നുള്ള ഒരു ഫീലിംഗ് എബ്രൈറ്റ് ഉണ്ടായി തുടങ്ങി. He started conducting experiments and participating in science fairs. However, his first project at a country science fair was a failure. അല്ലേ, ആദ്യത്തെ അറ്റംപ്റ്റ്, സയൻസ് ഫെയറിലെ ആദ്യത്തെ അറ്റംപ്റ്റ് ഫെയിലിയർ ആയിരുന്നു, തോറ്റുപോയി, പരാജയപ്പെട്ടു. He simply displayed butterfly collections which did not impress the judges. അല്ല, ഒരു സയൻസ് ഫെയറിൽ നിങ്ങളുടെ കളക്ഷൻസ് പറഞ്ഞാൽ പോരല്ലോ, നിങ്ങൾ എന്തെങ്കിലും എക്സ്പെരിമെൻ്റലായിട്ട് ചെയ്യണം അല്ലെങ്കിൽ എക്സ്പെരിമെൻറ്റ്സ് ചെയ്യണം. This experience taught him that real scientific work required experiments, not just collections. ആ എക്സ്പീരിയൻസ് ആണ് അദ്ദേഹത്തെ മനസ്സിലാക്കിയത്. റിയൽ സയൻറ്റിഫിക് എക്സ്പീരിമെൻറ്റ്സ് എന്ന് പറയുന്നത് കളക്ഷൻ അല്ല, പിന്നെന്താണ്? എക്സ്പെരിമെൻറ്റ്സ് തന്നെയാണ്. കളക്ട് ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ല, നിങ്ങളൊരു കാര്യത്തിലേക്ക്, ഒരു ഐഡിയയിലേക്ക് അല്ലെങ്കിൽ ഒരു ഹൈപ്പോത്തിസിസിലേക്ക് എന്ത് ചെയ്യണം? അതിനെ കൊണ്ടെത്തിക്കണം. Determined to improve, he worked hard on his projects. In the 8th grade, he conducted an experiment. 8th ക്ലാസ് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ 8th ഗ്രേഡ് പഠിക്കുമ്പോൾ എക്സ്പെരിമെൻറ്റ് നടത്തി. എന്താണ്?
an experiment on how the gold spots on a monarch butterfly's pupa were important for its growth. ഇത് വളരെ ടെക്നിക്കലായിട്ടൊരു കാര്യമാണ്, പക്ഷെ ഓർമ്മിച്ച് വെക്കുക, അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സയൻറ്റിഫിക് പേപ്പർ അല്ലെങ്കിൽ ഐഡിയ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്, എങ്ങനെയാണ് ഈ മൊണാർക്ക് ബട്ടർഫ്ലൈസിൻ്റെ പ്യൂപ്പയിലുള്ള ഗോൾഡ് സ്പോട്ട്സ് ആ ബട്ടർഫ്ലൈസിൻ്റെ ഗ്രോത്തിന് ഇമ്പോർട്ടൻ്റ് ആവുന്നത്. കാരണം അത്രയും കാലം ആളുകൾ വിചാരിച്ചത് അതൊരു ഓർണമെൻ്റൽ ആയിട്ടുള്ള ഡിസൈൻ ആണെന്നാണ്, പക്ഷെ അങ്ങനെയല്ല എന്നുള്ളതിലേക്കാണ് ഈ പോകുന്നത്. This project won him a prize at the country fair and encouraged him to conduct more research. So ഇങ്ങനെയാണത് തുടങ്ങുന്നത്, ഇങ്ങനെയാണത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അടുത്ത സെക്ഷൻ, സയൻറ്റിഫിക് ഡിസ്കവറീസ് ഇൻ ഹൈസ്കൂൾ. Ebright continued his research throughout high school. He conducted various experiments on butterflies, their hormones and the cell structure. So ബട്ടർഫ്ലൈസിൻ്റെ കളക്ഷൻ തന്നെയാണ് ഇയാളൊരു സയൻറ്റിസ്റ്റ് ആക്കുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ എക്സ്പെരിമെൻറ്റ്സ് മുഴുവൻ ഈ ഒരു ഫീൽഡിൽ തന്നെയായിരുന്നു. One of his most important projects focused on the role of DNA in cell function. സെൽ ഫംഗ്ഷൻ എങ്ങനെയാണ് DNAസിൻ്റെ റോൾ എന്ന് അദ്ദേഹം അന്വേഷിച്ചു. അതും ബട്ടർഫ്ലൈസിനെ വെച്ച് തന്നെയാണ് തുടങ്ങിയത്. His experiments proved that a cell's DNA controls its growth and function. ഇതൊക്കെ വളരെ സയൻറ്റിഫിക് ആയിട്ട് ടെക്നിക്കലായിട്ട് കാര്യമാണ്, പക്ഷേ ഇത് ഓർമ്മിച്ച് വെക്കുക, ചുമ്മാ ഒന്ന് ഓർമ്മിച്ച് വെക്കുക. This discovery earned him the first prize in the International Science Fair and was a major breakthrough in molecular biology. Molecular biology എന്ന് പറഞ്ഞാൽ ഒരു സയൻറ്റിഫിക് ഫീൽഡിലെ ഒരു വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള മേജർ ആയിട്ടുള്ള ബ്രേക്ക് ത്രൂ ആയിരുന്നു എന്ത് ഈ ഫൈൻഡിങ് എന്ന് പറയുന്നത്. His research on the monarch butterflies hormone producing cells and the role of DNA in hereditary changes was published in scientific journals when he was still a high school student. ഓക്കെ, ശരി. അപ്പോൾ ഈ രീതിയിൽ ഒരു ഹൈസ്കൂൾ സ്റ്റുഡൻ്റ് ആകുമ്പോൾ തന്നെ വളരെ എന്താ പറയുക പ്രൈസ് വർത്തി ആയിട്ടുള്ള ഒരുപാട് കോൺട്രിബ്യൂഷൻസ്, ഒരുപാട് ഫൈൻഡിങ്സ്, എക്സ്പെരിമെൻറ്റ്സ് ആര് കണ്ടക്ട് ചെയ്തിട്ടുണ്ട്? നമ്മുടെ റിച്ചാർഡ് എബ്രൈറ്റ് കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലൊരു ടേക്ക് അവേ നോക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഇതാണ്, എന്താണ് ക്വാളിറ്റീസ് ദാറ്റ് മേഡ് ഹിം എ ഗ്രേറ്റ് സയൻറ്റിസ്റ്റ്. ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് റിച്ചാർഡ് എബ്രൈറ്റിനെ ഒരു ഗ്രേറ്റ് സയൻറ്റിസ്റ്റ് ആക്കി മാറ്റിയത്? പോയിന്റ് നമ്പർ 1, ക്യൂരിയോസിറ്റി. എന്താണ് ക്യൂരിയോസിറ്റി? ഹി വാസ് ഓൾവേസ് ഈഗർ ടു ലേൺ ഹൗ തിങ്സ്, അല്ലേ? കാര്യങ്ങളെക്കുറിച്ച് അറിയാനുള്ള എല്ലായ്പ്പോഴുള്ള അടങ്ങാത്ത ആകാംക്ഷ, ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. ആൻഡ് ക്യൂരിയോസിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ക്യൂരിയോസിറ്റി മാത്രം മതിയോ? പോരാ, ഹാർഡ് വർക്ക് വേണം. നോക്കൂ, ഹീ സ്പെൻഡ് അവേഴ്സ് കണ്ടക്ടിങ് റിസർച്ച് ആൻഡ് ഇംപ്രൂവിങ് ഹിസ് എക്സ്പെരിമെൻറ്റ്സ്, അല്ലേ? എന്താ പറയുക, റിസർച്ച് നടത്താൻ വേണ്ടി, അദ്ദേഹത്തിൻ്റെ എക്സ്പെരിമെൻറ്റ്സിനെ കൂടുതൽ ഫുൾ പ്രൂഫ് ആക്കാൻ വേണ്ടി, ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി ഒരുപാട് സമയം അദ്ദേഹം ചെയ്തിട്ടുണ്ട്, ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. കുറച്ച് കാലത്ത് ഹാർഡ് വർക്ക് മതിയോ? പോരാ, എന്ത് വേണം? പെർസിവിയറൻസ് വേണം, സ്ഥിരോത്സാഹം വേണം. ഹി ഡിഡ് നോട്ട് ഗിവ് അപ്പ് ആഫ്റ്റർ ഹിസ് ഇനീഷ്യൽ ഫെയിലിയർ അറ്റ് ദി സയൻസ് ഫെയർ. ആദ്യം തോറ്റപ്പോൾ നിർത്തിയോ? ഇല്ല, വീണ്ടും ശ്രമിച്ചു. ദെൻ ഡെഡിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹി വാസ് ഫുള്ളി കമ്മിറ്റഡ് ടു സയൻറ്റിഫിക് റിസർച്ച് ആൻഡ് ഇൻ്റലിജൻസ് ആൻഡ് ക്രിയേറ്റിവിറ്റി. ഇൻ്റലിജൻസ് ആവശ്യമാണ്, അതുപോലെ ആവശ്യമുള്ള കാര്യമാണെന്ത്? ക്രിയേറ്റിവിറ്റി. ഹി ആസ്ക്ഡ് ഇമ്പോർട്ടൻറ്റ് സയൻറ്റിഫിക് ക്വസ്റ്റ്യൻസ് ആൻഡ് ഫൗണ്ട് വേസ് ടു ആൻസർ ദം. ആൻഡ് വാട്ട് ഈസ് ദ മോറൽ ഓഫ് ദ സ്റ്റോറി? The chapter teaches students, നിങ്ങളെ എന്നെയും, that success does not come from intelligence alone. സക്സസ് ഇൻ്റലിജൻസിൻ്റെ മാത്രം ഔട്ട്പുട്ട് അല്ല, but from hard work, curiosity and determination. Ebright's journey from a curious child to a successful scientist. Ebright's journey from a curious child to a successful scientist, ഇല്ലേ? നല്ല പ്രാസമുണ്ട്. Proves that continuous learning and perseverance are essential for achieving great things in life. So I hope ഞാനെടുത്ത ഈ ഹാർഡ് വർക്ക്, ഞാനെടുത്ത എഫേർട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന്, ഈ ചാപ്റ്റർ അടിപൊളിയായി മനസ്സിലായിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് കാര്യങ്ങൾ കൃത്യമായി മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോനെ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറന്നു പോകരുത്. So this is Nasir Faruddin signing off from Xylem Learning. Thank you everybody.